ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം നാം പഠിക്കുകയായിരുന്നല്ലോ. ഗലാത്യ ലേഖനത്തിൽ 6 അധ്യായത്തിൽ പറയുന്ന പോലെ വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വിധിയോടും കൊയ്ത്തിനോടുമുള്ള ബന്ധത്തിലാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾക്ക് തിന്മ വിതച്ച, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യം വിതച്ച ഒരു പുരോഹിതനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിനായിട്ട് നമുക്ക് 1 ശമൂവേൽ 2 അധ്യായത്തിൻ്റെ 12 വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 ശമൂവേൽ 2 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ നാം കാണുന്നത്: എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതൻ്റെ ബാല്യക്കാരൻ കയ്യിലും മുപ്പല്ലിയുമായി വന്നു കലത്തിലോ ഉരുളിയിലോ കൊട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിക്കുന്നതൊക്കെയും പുരോഹിതനെടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലിനോടും അവർ അങ്ങനെ ചെയ്യും. മേധസ് ദഹിപ്പിക്കും മുമ്പേ പുരോഹിതൻ്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നവരോട് പുരോഹിതൻ അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം കഴിക്കുന്ന ആ യാഗത്തെ മാനിക്കാതെ ഇരിക്കുന്ന അതായിരുന്നു ഏലിയുടെ പുത്രന്മാർ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏലിയുടെ പുത്രന്മാർ ഇങ്ങനെ ചെയ്തപ്പോൾ കർത്താവ് ഏലിയോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് 27 മുതലുള്ള വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ചില ഭവനത്തിൽ മക്കളെ ശരിയായിട്ട് ശിക്ഷിച്ച് വളർത്തിയാൽ പോലും മക്കൾ ചീത്തയായിട്ട് പോകുന്ന സന്ദർഭങ്ങൾ അനേക ഭവനങ്ങളിലുണ്ട്. എന്നാൽ മക്കളെ ശിക്ഷിക്കാതെ വളർത്തിയാൽ, മക്കളെ ദൈവത്തെക്കാൾ അധികം മാനിച്ച് വളർത്തിയാൽ അതിൻ്റെ ശിക്ഷ ഉണ്ടാകുമെന്നുള്ളത് എന്ന് ഏലിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏലി വിതയ്ക്കുന്നത് തന്നെ ഏലി കൊയ്യുമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പ്രവാചകൻ വന്നിട്ട് 29 വാക്യത്തിൽ പറയുന്നത്, അവിടെ പറയുന്നത്, ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴിപ്പിപ്പാൻ തക്കവണ്ണം നീ നിൻ്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്ത് എന്ത്? ഇവിടെ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നാം നേരത്തെ കണ്ടു, യാഗം കഴിക്കുവാൻ വരുമ്പോൾ അതിൻ്റെ നല്ല പോർഷൻസ് യാഗം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ പുരോഹിതന്മാരുടെ മക്കൾ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ അവർ യഹോവയോട് വഴിപാട് നിന്ദിച്ച് യഹോവയോട് പാപം ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ അതിൽ ഏലിയുടെ ഭാഗം എന്താണെന്ന് വെച്ചാൽ, അവിടെ കർത്താവ് പറയുന്നു, നീ നിൻ്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിച്ചു. ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കീഴ്പ്പെടുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതിന് പകരമായിട്ട് ഏലി പ്രവാചകൻ മക്കളെ തന്നെ ദൈവത്തെക്കാൾ അധികമായി ബഹുമാനിക്കുന്നു. അത് ദൈവത്തിന് സഹിക്കുവാനായിട്ട് സാധിക്കത്തില്ല. കർത്താവ് പറയുന്നുണ്ടല്ലോ, ദൈവത്തെക്കാൾ അധികമായിട്ട് ഒന്നിനെ സ്നേഹിപ്പാൻ കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് 30 മുതലുള്ള വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിൻ്റെ ഭവനവും നിൻ്റെ പ്രതിഭവനവും നിൻ്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്ന നിശ്ചയം ഇപ്പോഴോ യഹോവ അരുളിച്ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകെയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. നിൻ്റെ ഭവനത്തിൽ ഒരു വൃത്തനും ഉണ്ടാകാതെ വണ്ണം ഞാൻ നിൻ്റെ ഭുജവും നിൻ്റെ പ്രതിഭവനത്തിൻ്റെ ഭുജവും തകർത്ത് കളയുന്ന നാളുകളിതാ വരുന്നു. അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, പിന്നെ യുദ്ധത്തിൽ പോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മഹാപുരോഹിതനാണ് എല്ലാം നയിക്കേണ്ടുന്നവൻ, ജനത്തെ നയിക്കുന്നവൻ മഹാപുരോഹിതനാണ്. അങ്ങനെ അവർ യുദ്ധത്തിൽ പോയപ്പോൾ സംഭവിച്ച കാര്യം അവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെ മാനിക്കാതെ ഉള്ള മക്കളും ദൈവത്തെ തള്ളിപ്പറയുന്ന മക്കളും, അങ്ങനെയുള്ള ആ മക്കളെ കൂടുതൽ മാനിച്ചത് മുഖാന്തരമായിട്ട് ഫെലിസ്ത്യന്മാരുടെ യുദ്ധത്തിൽ തോറ്റുപോകുവാനായിട്ട് ഇടയായി തീർന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 10 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അങ്ങനെ ഫെലിസ്ത്യർ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു, ഓരോരുത്തരും താൻ തൻ്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേൽ 30,000 പേർ
കാലാൽ വീണു പോകത്തക്കവണ്ണം ഒരു മഹാസംഹാരമുണ്ടായി. എന്തോ ഒരു ദാരുണ്യമായ അവസ്ഥയാണ് ദൈവത്തിൻ്റെ ജനം തോൽക്കുവാനായിട്ട് കാരണമായിട്ട് തീർന്നത്. ഏലി മഹാപുരോഹിതനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വളരെ 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 ദൈവത്തിനു വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് ഏലി മഹാപുരോഹിതൻ. യാഗങ്ങൾ കഴിക്കുകയും ജനത്തെ നയിക്കുകയും അങ്ങനെ ജനത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമുള്ള ഒരു വ്യക്തിയാണ് ഏലി മഹാപുരോഹിതനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഏലി മഹാപുരോഹിതൻ തോറ്റുപോയി. എവിടെ? ദൈവത്തെക്കാൾ അധികമായി മക്കളെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട്. അതുകൊണ്ട് 30,000 പേർ മരിക്കുവാനും മാത്രമല്ല ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെടുവാനും ഇടയായിട്ട് തീർന്നു. മാത്രവുമല്ല ഏലിയുടെ 2 പുത്രന്മാരായ ഹെഫ്നിയും ഫീനഹാസും പട്ടുപോയി. അത് കഴിഞ്ഞതിന് ശേഷം അവർ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതിക്കൽ ആസനത്തിൽ നിന്ന് പുറകോട്ട് വീണ കഴുത്തൊടിഞ്ഞ് മരിച്ചു. അവൻ മൃത്തനും ശൂലിച്ചവനുമായിരുന്നു. അവന് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും 40 സംവത്സരം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ഏലി മഹാപുരോഹിതൻ്റെ വസ്തുതയാണ് നാം കാണുന്നത്. എന്താണ് കാരണം? ഏലി പ്രവാചകൻ 40 സംവത്സരം ജനത്തെ പാലിച്ചു കൊണ്ടിരുന്നു. എന്നാൽ മക്കൾ വലുതായപ്പോൾ, മക്കൾ ദൈവത്തെ നിന്ന് മാറിയപ്പോൾ, മക്കൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ നിരസിച്ചു കഴിഞ്ഞപ്പോൾ, മാത്രമല്ല ദൈവത്തിൻ്റെ യാഗത്തെയും പോലും അവർ അപമാനിച്ചു. അപ്പോൾ ഏലി പ്രവാചകൻ്റെ ജീവിതത്തിൽ, ഏലി മഹാപുരോഹിതൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? അവൻ ഒരു തെറ്റ് ചെയ്തു. മക്കളെ ദൈവത്തെക്കാൾ അധികമായിട്ട് ബഹുമാനിക്കുകയും മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം. ലൂക്കോസ് 6:38 വാക്യം. ലൂക്കോസ് 6:38 വായിക്കുന്നത്, എന്നാൽ കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. അതേ സഹോദരിമാരെ, നാം അളക്കുന്ന അളവിനാൽ നമുക്ക് അളന്ന് കിട്ടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ അളക്കുന്നു എന്നുള്ളത് ചിന്തിപ്പാനായിട്ട് കർത്താവ് നമ്മളെ ഈ ദിവസത്തിൽ സഹായിക്കട്ടെ. നമുക്ക് വേറൊരു വേദഭാഗവും കൂടെ വായിക്കാം. റോമർ 12-ാം അധ്യായത്തിൻ്റെ 18 വരെയുള്ള വാക്യങ്ങളിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിട കൊടുപ്പിൻ, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. അവിടെ നമുക്ക് 17-ാം വാക്യത്തിലും അത് തന്നെ കാണുന്നു. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ഇതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മൾ വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം നന്മ മാത്രമാണ്, തിന്മയല്ല. തിരിച്ച് നമ്മളോട് ആരെങ്കിലും തിന്മ വിതച്ചാൽ പോലും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്നുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെടാതിരിക്കുന്ന ബുദ്ധിമുട്ടാണ്. തിരിച്ചവരോട് സമാധാനമായിരിക്കാൻ ഇരിക്കുന്ന ബുദ്ധിമുട്ട്. നമ്മളെ നിന്ദിക്കുമ്പോൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പാകെ അപമാനം പറയുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാനാണ് നമ്മുടെ ഹൃദയം എപ്പോഴും വെമ്പൽ കൊള്ളുന്നത്. എന്നോട് ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തൻ്റെ ശത്രുക്കളുടെ തന്നെ ഉപദ്രവിക്കുകയും തന്നെ
സാധാരണ ഒരു വ്യക്തി ഉപദ്രവിക്കുന്നത് പോലെ അല്ലല്ലോ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉപദ്രവിച്ചത്. അവൻ്റെ മുഖത്ത് അവർ തുപ്പി, അവനെ നിന്ദിച്ചു, അവൻ്റെ രോമകൂപങ്ങൾ വലിച്ചു പറിച്ചു, അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, അവൻ്റെ ഉഴുവുചാലുകൾ പോലെ ഉഴുതു. അത്രമാത്രം തിന്മ ചെയ്ത, അത്രമാത്രം ഉപദ്രവിച്ച ആ ജനത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു, ഇവർ ചെയ്യുന്നതിന് എന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. ആ മനുഷ്യർക്ക് വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് സകലതും വെടിഞ്ഞ് പാവമറിയാത്തവനെ നാം അവനിൽ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാവമാക്കി. ഇത്ര ദുഷ്ടമായ മനുഷ്യർക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു, തൻ്റെ ജീവൻ അവർക്ക് വേണ്ടി കൊടുത്തു. അതെ, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിച്ച യേശു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മുമ്പിലുള്ള സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കിയെന്ന് നാം വായിക്കുന്നു. അതുകൊണ്ട് അനേക മക്കൾ കർത്താവിനുണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീർന്നെന്നും കാണുവാനായിട്ട് സാധിക്കും. അതെ, അതിൻ്റെ ഫലം നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം. അനേകരെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത അത് പിൻപറ്റുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തിന്മയോട് തോൽക്കാതെ, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി, കഴിയുമെങ്കിൽ ആവോളം സകല അവരോട് സമാധാനമായിട്ടിരിപ്പാൻ, അങ്ങനെ നല്ലത് മാത്രം, സമാധാനം മാത്രം, നന്മ മാത്രം, സ്നേഹം മാത്രം വിതപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.